നമുക്ക് ഉപയോഗപ്രദമാവണം. അല്ലാതെ ചുമ്മാതെ എല്ലാവരും വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരും രാജ്യം ഭരിച്ചിട്ട് കാര്യമില്ല. ഒരു കൊല്ലം ജില്ല ഏറ്റെടുത്ത ഒരു MLA ഉണ്ടല്ലോ ഇവിടെ. ആ MLA എങ്കിലും ഇത് ഉൾക്കൊള്ളണം. വിക്ടോറിയ ആശുപത്രി എന്തുവാണ്, വിക്ടോറിയ ആശുപത്രിയുടെ കാര്യം എന്തുവാണെന്നുള്ള മഹത്വം അദ്ദേഹം മനസ്സിലാക്കേണ്ടി വരണം. അല്ല സിനിമയിൽ അഭിനയിച്ച് നടന്നിട്ട് കാര്യമില്ല. സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരിൻ്റെ കീഴിൽ, അതായത് ശ്രീ പത്മനാഭൻ്റെ മുമ്പിൽ അന്ന് തിരുവിതാംകൂർ മഹാരാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് തിരുവിതാംകൂറിൻ്റെ രാജാവ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അത് നടത്താൻ ഇന്നിരിക്കുന്ന സർക്കാരുകൾക്ക് കയ്യാനൊക്കത്തില്ലെങ്കിൽ കളഞ്ഞേച്ച് പോകുന്നില്ല നല്ലത്. കൊല്ലം ജില്ലയിലാകെ കൊല്ലം ജില്ലാ ആശുപത്രി ഉൾപ്പെടെ സർക്കാർ ആശുപത്രിയിൽ ഒരാൾ പോലും റേഡിയോളജിസ്റ്റ് ഇല്ല എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുള്ളത്. ഇന്നിപ്പോൾ കണ്ടില്ല, ഇന്നിവിടെ ജില്ലാ ആശുപത്രിയിൽ വന്നപ്പോൾ എത്ര മണിക്കൂർ സ്കാൻ ചെയ്യാൻ പറ്റും, എത്ര പേരുണ്ടെന്ന് സംസാരിക്കാൻ പറ്റാതെ തന്നെ അദ്ദേഹം അകത്തോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇതിനെ തുടർന്ന് നമ്മളിവിടെ സൂപ്രണ്ടുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്, ജില്ലാ ആശുപത്രിയിൽ നിന്നല്ല, ജില്ലയിൽ ഒരിടത്ത് പോലും റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് ആളെ നിയമിച്ചിട്ടില്ല, അങ്ങനെ ആളെ കിട്ടാനില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ റേഡിയോളജിസ്റ്റിന് പുറത്തുനിന്ന് വലിയ വേതനമാണ് കിട്ടുന്നത്. അത്തരത്തിൽ ആ ഡോക്ടർക്കനുസരിച്ച് അത്തരത്തിലൊരു വേതനം സർക്കാർ സംവിധാനത്തിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജില്ലാ ആശുപത്രിയിൽ ഒരു ഒറ്റ തസ്തിക പോലും അത്തരത്തിലൊരു ആളെ നിയമിച്ചില്ല. കരാർ അടിസ്ഥാനത്തിൽ ആ സേവനം ചെയ്യാൻ വേണ്ടി ഒരു 2 മണിക്കൂർ നേരത്തേക്കാണ് ഇവിടെ ഡോക്ടർ വരുന്നതെന്നാണ് നമുക്കിവിടെ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാലത്ത് 2 മണിക്കൂർ, ഉച്ചയ്ക്ക് 2 മണിക്കൂർ. അത് വരുന്നത് തന്നെ ആ ഡോക്ടറുടെ ഉദാര മനസ്ഥിതിയാണ്. 500 രൂപയും അതനുസരിച്ചുള്ള റേറ്റാണ് ഇവിടെ. ആ മേടിക്കുന്നതിന് 350ഓളം രൂപ ഈ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ച ആ ഡോക്ടർക്കാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന് ഈ സർക്കാർ ആശുപത്രിയിൽ ഒരു സ്കാൻ ചെയ്യാൻ വേണ്ടി 1 മാസവും 1.5 മാസവും 2 മാസവും കാത്തിരിക്കേണ്ട സ്ഥിതിവിശേഷമാണുള്ളത്. അത്യാഹിതമായിട്ട് വരുന്ന ആൾക്കാർ റേഡിയോളജിസ്റ്റിൻ്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് 1 മാസമോ 2 ആഴ്ചയോ കഴിഞ്ഞ് അവർക്ക് സ്കാൻ ചെയ്യാൻ ഡേറ്റ് ഇട്ട് കൊടുക്കുകയും അതിനുശേഷം അവർ വരുന്ന അവരുടെ വിഷമസ്ഥിതി. അതുകൊണ്ട് ഇവിടെ സ്വകാര്യമായിട്ടുള്ള കൊല്ലം ജില്ലയിലുള്ള സ്കാൻ സെൻ്ററുകളും സ്വകാര്യമായിട്ടുള്ളിടത്തുമൊക്കെ ഇവർക്കിത് കൂട്ടുനിൽക്കാൻ വേണ്ടിയാണോ സർക്കാർ ഇതിനു വേണ്ടി കൂട്ടുനിൽക്കുകയാണോ? കൊല്ലം ജില്ലയിൽ നിന്നല്ല ഈ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന തസ്തിക ഒരാൾ പോലും ഇല്ലെന്നാണ് പറയുന്നത്. ഒരാളെ നിയമിക്കാൻ അവർക്ക് മറ്റുള്ള സ്വകാര്യ ആശുപത്രികളിലോ സ്വകാര്യ സ്കാനിങ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ വളരെ മികച്ച വേതനമാണ്. ഞെട്ടിക്കുന്ന കാര്യം, കേരളത്തിൽ ഇത്തരത്തിൽ ഒരു തസ്തിക ഇല്ലെന്ന് പറഞ്ഞാൽ, തസ്തിക നിയമിക്കാൻ ഡോക്ടറെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ ജനങ്ങൾ 1 മാസവും 1.5 മാസവും കാത്തിരുന്നാണ് ഈ റേഡിയോ ഒരു സ്കാൻ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ 1.5 മാസം കഴിഞ്ഞും 2 മാസം കഴിഞ്ഞുമാണ് അവർക്ക് ഡേറ്റ് കിട്ടുന്നതും അവിടെ ഡോക്ടറിൽ നിന്നും. ഇവിടെ വളരെ വിഷമത്തോടു കൂടിയാണ് സൂപ്രണ്ട് നമ്മളോട് സംസാരിച്ചത്. അവരുടെ വിഷമം മാറ്റാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തുകൊണ്ടൊരു സർക്കാരിന് ഇങ്ങനെ റേഡിയോളജിസ്റ്റിനെ നിയമിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ആ മതിയായ വേതനം കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് എത്ര വേതനം കിട്ടിയാലും ഈ മനുഷ്യത്വമില്ലാത്തവരാണെന്നോ കേരളത്തിലെ ഡോക്ടർമാരായിട്ടുള്ളവർ ഈ തസ്തികയിൽ ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും 2017 മുതൽ അദ്ദേഹം സ്ഥലം മാറിപ്പോയി കഴിഞ്ഞാൽ ഡോക്ടർക്കും ആ തസ്തികയിലേക്കും ഇതുവരെ ആളെ നിയമിച്ചിട്ടില്ല. താൽക്കാലികമായിട്ട് പുറം കരാറായിട്ടുള്ള നിയമം. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും വാർത്ത ചെയ്യാനെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം 3 ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ടെന്നും ഈ 2 മണിക്കൂർ എന്നുള്ളത് അധിക മണിക്കൂറാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അധികം സേവനം കൊടുക്കാൻ സന്നദ്ധമാകുമെന്നാണ് അതിൻ്റെ ഇൻചാർജുള്ള ശ്രീ അമ്പിളി നമ്മളോടൊപ്പം സംസാരിച്ചത്. അതിനെ തുടർന്നാണ് നമ്മൾ സൂപ്രണ്ടിനെ കണ്ടത്. സൂപ്രണ്ടിൻ്റെ നിസ്സഹായ അവസ്ഥ, ഒരു മാനുഷികമായ പരിഗണന അനുസരിച്ചുകൊണ്ട് അവർക്ക് ഈ രോഗികളുടെ വിഷമങ്ങൾ കണ്ട് ഇത്തരത്തിൽ വളരെ കാലതാമസം എടുക്കുന്നത് പറഞ്ഞുകൊണ്ടും ഈ തസ്തികയിലേക്ക് ആളെ നിയമിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമെല്ലാം അവരുടെ മനസ്സിൽ നിന്നും നമുക്ക് മനസ്സിലാവും. അവർക്കൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല. സംസ്ഥാന സർക്കാരുകളാണ് ഇതിന് വേണ്ടുന്ന മതിയായ വേതനങ്ങൾ, അവർക്ക് എത്ര രൂപയാണ് വേതനം വേണ്ടുന്നത്, ഈ ജനങ്ങളെ ചികിത്സിക്കാനും ഈ സ്കാൻ ചെയ്യാനും ആവശ്യമുള്ള റേഡിയോളജിസ്റ്റിനെ കിട്ടാത്ത കാര്യം എന്ത്? ഈ കേരളത്തിൽ ഇത്തരത്തിൽ ആളെ കിട്ടാത്ത എന്താണ്? അതിനുള്ള മതിയായ വേതനം കൊടുത്ത് ഈ ജില്ലാ ആശുപത്രിയിൽ സ്കാൻ ചെയ്യാൻ വരുന്നവർ മാസക്കണക്കിന് ഓരോ അസുഖങ്ങൾക്ക് വേണ്ടി മാസക്കണക്കിന് വേണ്ടി സ്കാൻ്റെ ഡേറ്റും തിരിച്ചു വരുമ്പോൾ അവർ മരണപ്പെട്ടു പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് ഉപയോഗപ്രദമാവണം. അല്ലാതെ ചുമ്മാതെ എല്ലാവരും വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരും രാജ്യം ഭരിച്ചിട്ട് കാര്യമില്ല. ഒരു കൊല്ലം ജില്ല ഏറ്റെടുത്ത ഒരു MLA ഉണ്ടല്ലോ ഇവിടെ. ആ MLA എങ്കിലും ഇത് ഉൾക്കൊള്ളണം. വിക്ടോറിയ ആശുപത്രി എന്തുവാണ്, വിക്ടോറിയ ആശുപത്രിയുടെ കാര്യം എന്തുവാണെന്നുള്ള മഹത്വം അദ്ദേഹം മനസ്സിലാക്കേണ്ടി വരണം. അല്ല സിനിമയിൽ അഭിനയിച്ച് നടന്നിട്ട് കാര്യമില്ല. ഒരു MLAയുടെ സ്ഥാനം റേഡിയോളജിസ്റ്റ് സ്കാൻ ചെയ്യാൻ റേഡിയോളജിസ്റ്റ് ഇല്ല. അവർ താൽക്കാലികമായിട്ടാണ് അവർ കരാർ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഒരു സ്കാൻ്റെ ഡേറ്റ് ഇട്ടാൽ 1.5 മാസം കഴിഞ്ഞാണ് വരുന്നത്. അതിന് തന്നെ സമയമില്ല, അവർക്ക് കൊടുക്കാൻ സമയമില്ല. അപ്പോൾ ഒരു ഗർഭിണി എന്ന് പറയുമ്പോൾ 9 മാസം കഴിഞ്ഞിട്ട് ആ സ്ത്രീ ഒന്ന് പ്രസവിക്കാൻ വേണ്ടി ആ യാതനയും വേദനയും അനുഭവിക്കുന്ന എന്തുവാന്ന് ജനം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടർമാർ അവർ ഡേറ്റുകളാണ് പറയുന്നത്. അവർ സിസേറിയൻ ചെയ്യുന്ന ഡോക്ടർ സിസേറിയന് മുമ്പ് മൈക്ക് ഡോക്ടറെ കാണണം. ആ മൈക്ക് ഡോക്ടർക്ക് കൈക്കൂലി കൊടുക്കാതെ ഇത് കടക്കാൻ പാടില്ല. അതാണോ ഇത് മര്യാദ? അതിലൊന്നും നമ്മൾ യോജിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്തിനു വേണ്ടിയാണ് വരുന്നത്?
ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ കാരണം എന്താണ്? അതുവരെ നമ്മളിത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിത് അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരിൻ്റെ കീഴിൽ, അതായത് ശ്രീ പത്മനാഭൻ്റെ മുമ്പിൽ അന്ന് തിരുവിതാംകൂർ മഹാരാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് തിരുവിതാംകൂറിൻ്റെ രാജാവ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അത് നടത്താൻ ഇന്നിരിക്കുന്ന സർക്കാരുകൾക്ക് കയ്യാനൊക്കത്തില്ലെങ്കിൽ കളഞ്ഞേച്ച് പോകുന്നില്ല നല്ലത്.